Hey Siri. Everything you want to know about Apple. Hi everyone, this is Abin from Evika. നമ്മളെ എല്ലാ ആപ്പിൾ യൂസേഴ്സും ഡെയിലി ഒരു വട്ടം എടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാറുണ്ടോ? പക്ഷേ ഇനി ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും കുറച്ചും കൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്താൽ ആപ്പിൾ റിലേറ്റഡ് ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാം. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ഉണ്ടോ, ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ടും മാറാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്യാമറ സെറ്റിങ്സിൽ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റുക? നമ്മുടെ ക്യാമറ സെറ്റിങ്സിൻ്റെ ഈ ഒരു വീഡിയോ നമുക്ക് 4 ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻ. നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ക്യാമറ സെറ്റിങ്സ്. നമ്മുടെ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ നാലാമത്തെ കാര്യമാണ് നമ്മുടെ ഫോട്ടോയും വീഡിയോസും എടുക്കുന്ന ആ ഒരു ആംഗിൾ. അപ്പോൾ ഈ ഒരു 4 കാര്യം നമുക്ക് ഇന്ന് ഈ വീഡിയോ കൂടെ സംസാരിക്കാം. നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് നമ്മുടെ ക്യാമറയുടെ ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷനെ പറ്റി തന്നെയാണ്. നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷൻസ് എടുക്കുമ്പോൾ നമുക്കിവിടെ നിരവധിയായ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നും നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ ക്യാമറ ഓപ്ഷൻസിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്ക്രീൻ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ പല ഓപ്ഷൻസ് കാണാം. ഇത് നമ്മുടെ ഫ്ലാഷിൻ്റെ, നമ്മുടെ രണ്ടാമത്തത് നമ്മുടെ ലൈവ് മോഡിൻ്റെ, മൂന്നാമത്തത് നമ്മുടെ ക്യാമറ ആപ്പിൻ്റെ ആസ്പെക്ട് റേഷ്യോ, നാലാമത്തത് നമ്മുടെ എക്സ്പോഷർ കൺട്രോളർ, അഞ്ചാമത്തത് നമ്മുടെ ടൈമർ, ആറാമത്തത് നമ്മുടെ ഫിൽട്ടർ. ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോൻ്റെ എക്സ്പോഷർ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ജസ്റ്റ് സ്ക്രീനിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇവിടെ വരുന്ന ആ ഒരു ചെറിയ ഐക്കൺ നമ്മൾ ജസ്റ്റ് താഴത്തേക്കും മുകളിലേക്കും കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡിവൈസിൻ്റെ എക്സ്പോഷർ അല്ലെങ്കിൽ ക്യാമറയുടെ എക്സ്പോഷർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പൊക്കത്തും കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊക്കത്തായിട്ട് നമ്മുടെ ഫ്ലാഷിൻ്റെ ഒരു ഓപ്ഷൻ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലാഷിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നമുക്ക് നമ്മുടെ നൈറ്റ് മോഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരെ കൈ ഇങ്ങനെ പൊത്തി വെക്കുമ്പോൾ എൻ്റെ ഫോൺ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് അത് നൈറ്റ് മോഡ് ഓൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു 00 എന്ന്. ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പോഷറാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. തൊട്ട് താഴത്ത് നമുക്കിവിടെയും ലൈവിൻ്റെയും ഫിൽറ്ററിൻ്റെയും ഒരു ഓപ്ഷനും ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ബേസിക്കായിട്ട് ക്യാമറ ആപ്ലിക്കേഷനെ പറ്റി അറിയേണ്ടത്. നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ക്യാമറ സെറ്റിങ്സിൻ്റെ കാര്യം. അപ്പോൾ അതെങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ ഡിവൈസിൻ്റെ ക്യാമറയുടെ ഫുൾ കാര്യങ്ങൾ നമുക്കിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഫോർമാറ്റാണ്. നമ്മുടെ ഫോർമാറ്റിലാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഇരിക്കുന്നത്. അതായത് നമ്മുടെ ഇവിടെ ഹൈ എഫിഷ്യൻസി എന്നും മോസ്റ്റ് കോമ്പാക്റ്റബിൾ എന്നും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൈ എഫിഷ്യൻസി ഉദ്ദേശിക്കുന്നത് HEIF എന്നും HEVC എന്നും പറയുന്ന ഫോർമാറ്റിൽ എടുക്കുമെന്നാണ്. അപ്പോൾ എന്താണ് ഈ HEIFും HEVCയും? HEIF എന്ന് പറഞ്ഞാൽ ഹൈ എഫിഷ്യൻസി ഇമേജ് ഫോർമാറ്റും HEVC എന്നാൽ ഹൈ എഫിഷ്യൻസി വീഡിയോ കോഡിംഗ് എന്നുമാണ് നമുക്ക് കാണിക്കുന്നത്. ഈ HEIF അല്ലെങ്കിൽ ഹൈ എഫിഷ്യൻസിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോൻ്റെ ക്വാളിറ്റി കുറയാതെ തന്നെ നമുക്ക് ചെറിയ ഫയലിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. നമ്മുടെ മോസ്റ്റ് കോമ്പാക്റ്റബിൾ എന്ന് പറയുന്നത് JPEG എന്ന് പറയുന്ന മോസ്റ്റ് അക്സെപ്റ്റബിൾ ഫോർമാറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ JPGE എന്ന് പറയുന്നത് അല്ലെങ്കിൽ JPEG എന്ന് പറയുമ്പോഴും നമ്മുടെ H.264 എന്ന് പറയുന്നതും ലോകത്തുള്ള എല്ലാ ഡിവൈസുകളിലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ്. പക്ഷേ നമ്മുടെ HEIFും HEVCയും നമ്മുടെ ആപ്പിൾ ഡിവൈസുകൾക്ക് മാത്രമാണ് കൂടുതലും അത് റൺ ചെയ്യുന്നത്. ചില സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് അല്ലെങ്കിൽ ഐഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ വാട്സാപ്പിൽ കൂടെ സെൻഡ് ചെയ്യും.
പക്ഷേ ആ ഒരു ഫോട്ടോ അവർ റിസീവ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ കുറച്ച് ഭാഗം മാത്രം ഫോട്ടോസ് ഉണ്ടാകും, ബാക്കി കുറച്ച് ഭാഗം ബ്ലാക്ക് ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെടുക്കുന്ന ആ ഒരു ഫോർമാറ്റ് അവരുടെ ഡിവൈസിൽ റൺ ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന പുതിയ എല്ലാ ആൻഡ്രോയിഡ് ഡിവൈസിലും നമ്മുടെ HEIFഉം HEVCയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ചില ഡിവൈസുകളിൽ അത് സപ്പോർട്ട് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു ഹൈ എഫിഷ്യൻസിയും മോസ്റ്റ് കോമ്പാക്റ്റുകളുടെ സൈസും അതേപോലെ ക്വാളിറ്റിയും നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാമറ ആപ്പിൽ നമുക്ക് നേരെ നോക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നത് ഹൈ എഫിഷ്യൻസി എന്ന് പറഞ്ഞ ഫോർമാറ്റാണ്. നമ്മൾ നേരെ ഒരു ഫോട്ടോ എടുത്തു, ഒരു സെറ്റിങ്സ് നമ്മൾ മാറ്റുന്നില്ല, ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മൾ മോസ്റ്റ് കോമ്പാക്ട് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തു. ഇനി നമുക്ക് ഒന്നും കൂടെ ആ ഒരു ഫോട്ടോ എടുക്കാം. ഒരു സെറ്റിങ്സും ചേഞ്ച് ചെയ്തുള്ള ഒരു ലൈറ്റിങ്ങോ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ രണ്ട് ഫോട്ടോസിൻ്റെയും ആ ഒരു സൈസ് ഒന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കത്തേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുക. ഇപ്പം നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ ഫുൾ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും JPEG, നമ്മളെടുത്ത ഫോമാറ്റും ഇവിടെ കാണാം. നമ്മുടെ ഫോട്ടോൻ്റെ സൈസും കാണാം. 2.5 MB ആണ് JPEG എടുക്കുന്ന ഫോട്ടോസിൽ. നമ്മൾ തൊട്ടപ്പുറത്ത് നമ്മുടെ HEIFൽ എടുത്തിരുന്ന ഫോട്ടോ നമ്മൾ നോക്കുകയാണെങ്കിൽ 1.6 MB ആണ് നമ്മുടെ ഡിവൈസിലെടുത്ത ആ ഒരു ഫോട്ടോൻ്റെ സൈസ്. സെയിം ക്വാളിറ്റി, ഒരു സൈസ് ഡിഫറൻസും ഇല്ല, ഒരു മാറ്റവും ഇല്ല. ജസ്റ്റ് നമ്മുടെ ആ ഒരു ഫോമാറ്റ് ചേഞ്ച് ചെയ്ത് തന്നെ നമ്മുടെ ഡിവൈസിൽ ഫോട്ടോസ് എടുക്കുന്ന ആ ഒരു സൈസ് കുറഞ്ഞ് കിട്ടി. അടുത്തതാണ് നമ്മുടെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഫോമാറ്റ്. ഇതിൽ നമുക്ക് കുറേയധികം നിരവധിയായ ഫോമാറ്റ്സ് കിട്ടുന്നുണ്ട്. ഈ ഫോമാറ്റുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമലായിട്ട് നമ്മുടെ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് വരുന്നത് 180 പിക്സൽ HD at 30 FPS എന്നാണ്. നമ്മുടെ നോർമലായിട്ട് നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്നത് ആ ഒരു സൈസാണ്. പക്ഷെ നമുക്ക് 4Kയിൽ ഷൂട്ട് ചെയ്യണം, 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫോമിലിട്ട് ഷൂട്ട് ചെയ്യാം. പക്ഷേ 4K ഇട്ട് ഷൂട്ട് ചെയ്താലും നമുക്ക് ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവില്ല. കാരണം നമ്മുടെ ഡിവൈസിൽ അത്രയും വലുതായിട്ട് നമ്മൾ റൺ ചെയ്തിട്ട് ഒരു വീഡിയോസും കാണാറില്ല. നമ്മുടെ ഈ 4K എന്നൊക്കെ പറയുന്നത് നല്ല രീതിക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ ആവശ്യമുള്ള വീഡിയോസ് മാത്രമാണ് 4Kയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളൂ. കാരണം അത്രയും പിക്സൽസ് വരുമ്പോൾ നമുക്ക് ഒരു വീഡിയോ, ഒരു റോ ഫുട്ടേജ് എത്ര വേണേലും സൂം ചെയ്താലും നമുക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റി മിസ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോൻ്റെ ആ ഒരു ഫുട്ടേജ് കിട്ടും. പക്ഷേ നമ്മൾ 720 പിക്സലും 180 പിക്സലിലുമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ലിമിറ്റ് ഏരിയ വരെയാണ് അത് സൂം ചെയ്യാനും അതിലിട്ട് നമുക്ക് മെനപണിയാനും പറ്റുള്ളൂ. കാരണം അതിൻ്റെ പിക്സൽ സൈസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം സൂം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഫുട്ടേജിൻ്റെ ആ ഒരു ക്വാളിറ്റി മിസ് ചെയ്യുകയും നമുക്ക് ഫുട്ടേജിന് ആ ഒരു നല്ലൊരു ഗുഡ് ഫീലിംഗ് കിട്ടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് നമ്മുടെ ഏത് ഏരിയയാണ്, നമുക്ക് എന്തിലാണ്, എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടത് അല്ലെങ്കിൽ വീഡിയോ എടുക്കേണ്ടത് എന്ന് മാത്രം നോക്കി നമ്മുടെ ഈ ഒരു ഫോമാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. തൊട്ട് താഴത്ത് നമുക്ക് ഷോ PAL ഫോമാറ്റ് എന്നുണ്ട്. നമ്മുടെ ഈ PAL ഫോമാറ്റ് നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 1080p HD at 20 ഫ്രെയിം പെർ സെക്കൻഡ് PAL എന്ന് വരും. ഇത് ഇൻ്റർനാഷണലി ഒരു ടെലിവിഷൻ വീഡിയോ ഫോമാറ്റിൻ്റെ ഒരു ജസ്റ്റ് ഒരു കാര്യമാണ്. അത് നമ്മൾ വലുതായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ നമുക്ക് ഓട്ടോ ലോ ലൈറ്റ് FPS എന്നുണ്ട്. നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് കുറച്ച് ഇരുട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഫ്രെയിം, അതായത് ഈ 60 ഫ്രെയിമോ 30 ഫ്രെയിമോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഫ്രെയിം ഓട്ടോമാറ്റിക്കലി 30 ഫ്രെയിംസിൽ നിന്ന് 24 ഫ്രെയിംസിലേക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യും. പിന്നെ ഇത് ലോക്ക് ക്യാമറ. നമ്മുടെ ക്യാമറ എന്തെങ്കിലും കാര്യത്തിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ കൈതട്ടി മിസ്സാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ലോക്ക് ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സ്ലോ മോഷൻ്റെ റെക്കോർഡിങ് കാര്യം. സ്ലോ മോഷൻ റെക്കോർഡിങ് ഞാൻ ഇവിടെ പറയുന്നത് 120 FPS ആണെങ്കിൽ നമുക്ക് അത്ര ഫ്രെയിംസ് ആണ് ഒരു സെക്കൻഡിൽ എടുക്കുക. 240 ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ള സ്ലോ മോഷൻ വീഡിയോസ് നമുക്ക് കിട്ടും. 120-നെക്കാട്ടും നല്ല രീതിയിലുള്ള ക്വാളിറ്റി സ്ലോ മോഷൻസ് വേണമെങ്കിൽ നമുക്ക് 240 ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ ഫോമാറ്റിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യണം. അടുത്തതാണ് നമ്മുടെ റെക്കോർഡ് സ്റ്റീരിയോ സൗണ്ട്. സ്റ്റീരിയോ ഓപ്ഷൻസ് ഉള്ള ഡിവൈസിൽ എപ്പോഴും സ്റ്റീരിയോ സൗണ്ട് റെക്കോർഡിംഗ് എനേബിൾ ചെയ്തിടാൻ നമ്മൾ ഓർക്കുക. അടുത്തതാണ് നമ്മുടെ പ്രിസർവ് സെറ്റിങ്സ് ഉള്ളത്. ഈ ഓപ്ഷൻസ് നമ്മൾ എല്ലാം എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാമറയിൽ നമ്മൾ ഏതൊരു ഫീച്ചറോ അല്ലെങ്കിൽ ഏതൊരു ഓപ്ഷനാണ് നമ്മൾ സെറ്റ് ചെയ്തത് ആ ഒരു ഓപ്ഷൻ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതാണ് യൂസ് വോളിയം അപ്പ് ടു ബേസ്റ്റ്. നമ്മുടെ ഈ ഒരു അപ്പ് ബട്ടൺ, വോളിയം റോക്കറിൽ ഈ ഒരു അപ്പ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോസ് കച്ചാന്ന് എടുക്കില്ലേ, അതായത് ബസ്റ്റ് എടുക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റും.
അടുത്തതാണ് സ്കാൻ QR കോഡ്. നമ്മുടെ സ്കാൻ QR കോഡ് എന്ന ഓപ്ഷൻ എനേബിൾ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാമറയിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് എല്ലാ QR കോഡും സ്കാൻ ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഷോ ഡിറ്റക്ട് ടെക്സ്റ്റ്. നമ്മളെ ഏതെങ്കിലും ടെക്സ്റ്റുകൾ നമ്മൾക്ക് നോക്കാനാണെങ്കിലും നമുക്കത് കോപ്പി ചെയ്യണമെങ്കിലും നമ്മുടെ ക്യാമറ ആപ്പിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ ഒരു ക്യാമറ ആപ്പിൽ കൂടെ തന്നെ ആ ഒരു ടെക്സ്റ്റ് എല്ലാം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കോമ്പോസിഷൻസ്. കോമ്പോസിഷൻസ് എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിൽ എപ്പോഴും ഗ്രിഡ് എന്നാണ് ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിടുക. ഗ്രിഡ് എന്നാണ് ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസിൽ നമുക്ക് ഇതേപോലെ ഒരു ഗ്രിഡ് വരും. ഈ ഒരു ഗ്രിഡിനെ വിളിക്കുന്ന പേരാണ് റൂൾ ഓഫ് തേർഡ് എന്ന്. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഫോട്ടോസ് കോമ്പോസിഷൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒബ്ജക്റ്റ് കറക്റ്റ് നടുക്ക് വെച്ച് അത് കറക്റ്റ് ഞാൻ നടുക്കാണെന്ന് ഉറപ്പ് വരുത്തി ആ നടുക്കുള്ള ആ ഒരു ബോക്സിനുള്ളിൽ തന്നെ വെച്ച് കറക്റ്റ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിനൊക്കെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പോസിഷനാണ് ഗ്രിഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മുടെ മിറർ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ ഐഫോണിൽ ഏതെങ്കിലും ഒരു സെൽഫി എടുക്കുകയാണെങ്കിൽ ആ സെൽഫി ഫ്ലിപ്പായി, അതായത് നമ്മുടെ മുഖം എപ്പോഴും തിരിഞ്ഞായിരിക്കും നമ്മുടെ ആ ഒരു ഫോട്ടോയിൽ വരുന്നത്. ആ ഒരു ഓപ്ഷൻ എനേബിൾ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്യാമറയിൽ നമ്മുടെ മുഖം കാണുന്നത് അതേപോലെ നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ കിട്ടുന്നതാണ്. അടുത്തതാണ് നമ്മുടെ വ്യൂ ഔട്ട്സൈഡ് ദ ഫ്രെയിം എന്ന ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ആണെങ്കിൽ നമ്മുടെ ഫ്രെയിമിൻ്റെ പുറത്തുള്ള കാര്യങ്ങളും നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം നമ്മുടെ ഫോണിൻ്റെ ക്യാമറയുടെ ഔട്ട് സൈഡിലും നമുക്ക് ആ ഒരു ക്യാമറയിൽ വരുന്ന ആ ഒരു ഇമേജ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ആകെ വരുന്ന ഈ ഒരു ഫ്രെയിമിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ആ ഒരു ബോക്സിൻ്റെ പുറത്തുള്ള ഔട്ടർ ഫ്രെയിം നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ, പക്ഷേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അടുത്തതാണ് നമ്മുടെ ഫോട്ടോ ക്യാപ്ചർ. പ്രയോറിറ്റൈസ് ഫാസ്റ്റർ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അടുത്തതാണ് നമ്മുടെ സ്മാർട്ട് HDR എന്ന് പറയുന്നത്. HDR എന്ന് പറയുന്നത് നമ്മുടെ ഹൈ ഡൈനാമിക് റേഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫോട്ടോ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ലൈറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് HDR ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഫോട്ടോസും അതിൽ ഒറിജിനൽ ഫോട്ടോയിൽ നല്ല ലൈറ്റും സെക്കൻഡറി ഫോട്ടോയിൽ നമുക്ക് ആ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാമറ സെറ്റിങ്സിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. നമ്മുടെ മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ കയ്യിലുള്ള ഡിവൈസ്. ഇപ്പോൾ ഞാൻ ഈ ഉപയോഗിക്കുന്ന ഫോൺ iPhone 11 ആണ്. എൻ്റെ കയ്യിൽ iPhone 7 Plusഉം 11 ഉണ്ട്. ഈ രണ്ട് ഡിവൈസിലും എടുക്കുന്ന ഫോട്ടോസിൽ വ്യത്യാസങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ iPhone 13 Pro Max എടുക്കുന്ന ഫോട്ടോ കണ്ടിട്ട് iPhone 7 യൂസറോ അല്ലെങ്കിൽ iPhone 8 Plus യൂസറോ നോക്കിയിട്ട് അയ്യോ എൻ്റെ ഫോണിൽ എനിക്ക് അത്രയും നല്ല ക്വാളിറ്റി കിട്ടുന്നില്ലല്ലോ എന്ന് പറയരുത്. രണ്ട് ഫോണും രണ്ട് തരമാണ്. നമ്മുടെ iPhone 7 Plusലും 8 Plusലൊക്കെയുള്ള പോർട്രേറ്റും അതേപോലുള്ള കാര്യങ്ങളും വേറെ ഒരു ഡിവൈസിലും കിട്ടില്ല. നമ്മുടെ 12 Proയും 13 Proയിലും 11 Proയിലൊക്കെ കിട്ടുന്ന ഫോട്ടോസിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ഡിഫറൻസും വേറൊരു ഡിവൈസിലും കിട്ടില്ല. ഓരോ ഡിവൈസിൽ ഓരോ പ്രത്യേകമായ ക്യാമറ ഫീച്ചേഴ്സാണ്. അപ്പോൾ വേറൊരാളുടെ ഫോണിൻ്റെ കമ്പാരിസൺ ചെയ്ത് നമ്മുടെ ഫോണിലും നമ്മുടെ ഫോട്ടോഗ്രാഫിയും നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. നാലാമതാണ് നമ്മുടെ ഫോട്ടോയുടെ ആംഗിൾ. ഇതാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ ശ്രദ്ധിക്കേണ്ടത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഒന്നെങ്കിൽ ഓവർ ഹെഡായിട്ടായിരിക്കും ഫോട്ടോ എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ നേരെ ആയിരിക്കും ഫോട്ടോ എടുക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ പല വശത്തു നിന്ന് ഫോട്ടോ എടുക്കുന്നില്ല? നമ്മൾ അങ്ങനെ ഒന്ന് എടുത്തു നോക്കണം. നമ്മുടെ എല്ലാ ആൾക്കാരും നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ പല ആംഗിളിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഫോട്ടോ എടുക്കണം. നമ്മൾ തന്നെ ചിലർ പറയാറില്ലേ, നമ്മുടെ ചില ഫേസിൻ്റെ ഭാഗമാണ് ഏറ്റവും ഭംഗി, എൻ്റെ വലത് ഭാഗമാണ്, എൻ്റെ ഇടത് ഭാഗമാണ്. അതേപോലെ ഓരോ ഒബ്ജക്റ്റിനും ഓരോ സൈഡും പ്രത്യേക ഭംഗിയുണ്ടാകും. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോഴും നമ്മുടെ ആംഗിൾ, നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആംഗിൾ മാറി 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 നമ്മൾ ഫോട്ടോ എടുക്കാൻ എന്താണ് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു ആംഗിൾ മാറിയ ഒരു ഫോട്ടോയിൽ ഒരു അടിപൊളി ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐഫോണിൻ്റെ ക്യാമറ സെറ്റിങ്സും ക്യാമറയെ പറ്റിയുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ കണ്ടു തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്യാമറയെ പറ്റിയും അതേപോലെ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററുള്ള ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എടുക്കാനുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക,
എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഇതവർക്കൊരു പുതിയ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ അടിപൊളി വീഡിയോസിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾ മറക്കാതെ ആ ഒരു വീഡിയോ കാണുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. എന്തിനാണ് വെയിറ്റ് ചെയ്യണേ? അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡായ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാൻ പറ്റില്ലേ? അവിടെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. Go follow me in Instagram. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.